ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിലാണെങ്കിൽ നല്ല രസമുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നവ്യയുടെ 7ാം മാസ ചടങ്ങുകളും അതിനെത്തുന്ന കനക ചെറിയ പണിയൊക്കെ ഒപ്പിക്കുകയാണ് കേട്ടോ. ദേവയാനിയും നയനയും കൂടിയുള്ള ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ അവർ തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അതിനുവേണ്ടി കനക ഒരു പോരാട്ടം തന്നെ നടത്തുകയാണ്. നയനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ദേവയാനിക്ക് ഒരുപാട് വിഷമാവുകയും അവസാനം ഗതി കേട്ട് ദേവയാനി തന്നെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശം മനസ്സിലാക്കുകയാണ് കേട്ടോ. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര സ്നേഹം തന്നെയാണെന്ന്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോവാണ്. അങ്ങനെ നവ്യയും അതുപോലെ തന്നെ അഭിയുമൊക്കെ ഒരുങ്ങാനായിട്ട് നിൽക്കുക. അപ്പം നവ്യാണെങ്കിൽ നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ പിടിച്ച് നടക്കുക. കാരണം ഇടയ്ക്കൊക്കെ അനഘ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യമാണ്. കുഞ്ഞുമായിട്ട് ഇനി അനഘ ഇങ്ങോട്ട് കയറി വരുമോ, തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊട്ടിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടോ അഭിക്ക്. അഭി അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം നവ്യ ചെന്നിട്ട് പറയുന്നുണ്ട്, എന്താ അഭി നീ ഇങ്ങനെ നിൽക്കുന്നത്? നീ എന്ത് വിചാരിച്ചായി നിൽക്കുന്നത്? ഇന്നെൻ്റെ 7ാം മാസ ചടങ്ങാണെന്ന് നിനക്കറിയില്ലേ? നീ എന്നിട്ടൊന്ന് കുളിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ നിന്നാൽ എന്താ? ചടങ്ങിനായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങി. അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ എത്തും. അതിനു മുമ്പെങ്കിലും നീ ഒന്ന് കുളിച്ച് വേഷം മാറ്. എന്തിനാ എങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നേ? അപ്പോഴേക്കും ഉടനെ തന്നെ അഭി പറയാം, നീ ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനൊരു 100 കൂട്ടം ടെൻഷനുണ്ട്. അപ്പോഴാണ് അവളുടെ ഒരു 7ാം മാസ ചടങ്ങ്. അപ്പോൾ ആ നവി ചോദിക്കുക, എന്താ അഭി 2-3 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ. നീ എന്തെങ്കിലും എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി പറയാ, നീ ഒന്ന് നിർത്താവോ? ഇന്നൊരു നല്ല ദിവസമായിട്ട് നിന്റെ നാവൊന്ന് വായിലിടുവോ? വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ കുളിച്ചൊരുങ്ങി ചടങ്ങിന് വരണം, അതല്ലേ? ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അഭി പോവാണ്. അഭിയും റെഡി ആയിട്ടൊക്കെ വരികയാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ദേവയാനിയാണെങ്കിൽ നയന വാങ്ങിക്കൊടുത്ത ആ സാരിയൊക്കെ ഉടുത്തിട്ട് പറയുകയാണ്, മോള് സെലക്ട് ചെയ്തത് നന്നായിട്ടുണ്ട്, നല്ല കളർ സെൻസ് ഉണ്ട് മോക്ക്. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം. മോൾ എനിക്ക് വേണ്ടി സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരണം. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് അമ്മേ, നമ്മൾ ഒരുമിച്ച് ഇനിയും പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണില്ലേ? അപ്പോൾ ദേവയാനി പറയാണ്, കാണുന്നെങ്കിൽ അങ്ങ് കണ്ടോട്ടെ, അതിനെന്താ? എന്ന് വെച്ച് എനിക്ക് മോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് മോളുടെ കൂടെ എവിടെയും പോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കും അമ്മ കുറച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരണം കേട്ടോ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പിന്നല്ലാതെ ആർക്കാണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊടുക്കുക? അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കനകി ഗോവിന്ദനും അതുപോലെ നന്ദുവും കൂടി അങ്ങോട്ട് വരുന്നൊക്കെയുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കനക കാണുകയാണ് കേട്ടോ, ദേവയാനിയും നയനയും കൂടെ സ്നേഹമായിട്ട് സംസാരിച്ച് ഒരുമിച്ച് ഇറങ്ങി വരുന്നത്. അപ്പോൾ കനക അവരുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? രണ്ടുപേരും കൂടെ നല്ല സ്നേഹത്തോടെ ചിരിച്ച് കളിച്ചാണല്ലോ ഇറങ്ങി വരുന്നത്. എനിക്ക് സന്തോഷമായി ഈ കാഴ്ച കാണാൻ പറ്റിയിട്ട്. അപ്പോൾ ദേവയാനി പറയാ, എന്താ കനകെ, എന്ത് കണ്ടെന്നാ പറയുന്നത്? അല്ല, നയനമോളും അതുപോലെ ആദർശിൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് സംസാരിച്ചൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ്, എന്ത്, ഞാൻ ഇവളോട് സംസാരിച്ചു വന്നെന്നോ? ഇറങ്ങി പോകുന്ന വഴി കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഇവളോടുള്ള സ്നേഹത്തിനൊന്നും ഒരു കൂടുതലുമില്ല. അതൊന്നും ഈ ജന്മത്തെ കൂടാനും പോകുന്നില്ല. ആ രീതിയിലല്ലേ ഇവള് വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നത്. അതൊന്നും ഈ ദേവയാനി പെട്ടെന്ന് മറന്നൊന്നും പോവില്ല കേട്ടോ. അപ്പോഴേക്കും കനക പറയുക, ആണോ മോളെ നയനെ, നിനക്ക് ഇവരോട് സ്നേഹമില്ലേ? അപ്പോൾ നയന പറയാം, എനിക്കുണ്ട് സ്നേഹം, പക്ഷേ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പാ, എന്നോടൊരു സ്നേഹവും ഇല്ല എന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, എനിക്ക് ഇവളെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവളോട് സ്നേഹിക്കാനോ ഇവളെ മനസ്സിലാക്കാനോ ഒന്നും എന്നെക്കൊണ്ട് ഈ ജന്മം പറ്റുമെന്ന് തോന്നുന്നുമില്ല. അതിന് മാത്രം വലിയ കാര്യം എന്താ ഇവള് ചെയ്തത്? അപ്പോൾ കനക പറയാണ്, ഓ അങ്ങനെയാണല്ലേ, നിങ്ങൾ തമ്മിൽ അത്ര വലിയ സ്നേഹത്തിലൊന്നും അല്ല അല്ലേ? ഇപ്പോഴും നയന മോളോട് ആദർശമോൻ്റെ അമ്മയ്ക്ക് ദേഷ്യം തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പം ദേവയാനി പറയാണ്, അതെ, ദേഷ്യം തന്നെയാണ്. അപ്പോൾ ഉടനെ കനക പറയാണ്, ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു. ഇന്ന് നവ്യമോളുടെ 7ാം മാസ ചടങ്ങല്ലേ? ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നവ്യമോളെ ഇന്ന് ഏതായാലും കൂട്ടിക്കൊണ്ട് പോവുക. പിന്നെ കുറച്ച് നാൾ അവിടെയല്ലേ, കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ നയന മോളും കൂടെ അങ്ങോട്ട് വരട്ടെ. ഈ കൂടെ ഞാൻ നയന മോളെയും കൂട്ടിക്കൊണ്ട് പോകുക. അവളും അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ.
നിന്ന് സന്തോഷത്തോടെ അവർ ചേച്ചിയും അനിയത്തിയൊക്കെ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഇടുത്തി വെട്ടുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. നയനയ്ക്കാണേലും അങ്ങ് ടെൻഷൻ ആവുക. അപ്പോൾ ദേവയാനി പറയാണ്, അതെന്തിനാ നിങ്ങൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അവൾ ഇവിടെ നിന്നാൽ കൊള്ളില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ കനക പറയാണ്, അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് സ്നേഹമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? അതിൻ്റെ ആവശ്യമൊന്നും അവക്കില്ല. കുറച്ച് നാൾ അവൾ സ്വന്തം വീട്ടിൽ വന്നു നിന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം നയനയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിൽ അവിടെ ഇല്ല കേട്ടോ. അനാമിക അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് പോയിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവിടുത്തെ ചടങ്ങ്, ആ ചടങ്ങിന് ഞാൻ പോയില്ല. അന്ന് അവളുടെ 5ാം മാസ ചടങ്ങിന് അതിന് ഞാൻ ചെന്നപ്പോൾ അവളെൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിച്ചു ആ നവ്യ. ആ നന്ദു എന്ന് പറഞ്ഞവളും ഇന്ന് അവിടെ വന്ന് കയറും. എനിക്ക് സൗകര്യമാണ്, പിന്നെ അവൾ വന്ന് കയറുന്ന കാരണം എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്നേ ഇല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, ശരിയാ മോളെ, അവൾ വരുന്നുണ്ടെങ്കിൽ നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് തന്നെയല്ല, അഥവാ പോയാൽ തന്നെ നീ അവളോടൊന്നും പറയാൻ പോകണ്ട കേട്ടോ, അവൾ പിടിച്ച് തല്ലും. അതുകൊണ്ട് നൈസായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നേടണമെന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാ, നന്ദു ആ വീട്ടിൽ കയറാൻ പാടില്ല, നന്ദുവും അനിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവാനും പാടില്ല. പക്ഷേ അനിയെ തന്നെ വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. എനിക്ക് വേണ്ടത് അനന്തപുരിയിലെ സ്വത്തുക്കളാണ്, അത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യണം. അതോടൊപ്പം അനിയും നന്ദു ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല, കാരണം അവർ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടെയാണെങ്കിലും ഞാൻ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ അനാമിക. അങ്ങനെ അവിടെയാണെങ്കിൽ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ. ചടങ്ങുകൾക്കൊക്കെ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അതുപോലെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യയും അഭിയയും ഒക്കെ ഇരുത്തിയിട്ട് മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ്. അതിനായിട്ട് നമ്മുടെ കനകയും ഗോവിന്ദനും കുറേ മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അഭിയുടെ വായിലും നവ്യയുടെ വായിലൊക്കെ വച്ച് ഗോവിന്ദനും കനകയും ഒക്കെ കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജ നീയും കൊടുക്കുക നവ്യമോക്ക് പലഹാരം എന്ന് പറയാണ്. അപ്പം ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, ദൈവമേ എന്തെല്ലാം കണ്ടാല ഇതെല്ലാം കാണേണ്ട ഒരു അവസ്ഥയും വന്നല്ലോ എനിക്ക്. ഇവക്ക് ഇനി മധുര പലഹാരവും ഞാൻ കൊടുക്കണം. എനിക്കാണെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെന്ന് മതിയായിരുന്നു. പക്ഷേ ഇപ്പം ഇനിയിപ്പം അച്ഛൻ പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജലജയും നവ്യയ്ക്ക് മധുര പലഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. മുഖമൊക്കെ വേർപ്പിച്ച് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ അങ്ങ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കനകയോടും ഗോവിന്ദനോടും, ഇന്ന് നവ്യമോളെ നിങ്ങൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവല്ലേ, അതിനൊക്കെ ശേഷം പ്രസവമൊക്കെ കഴിഞ്ഞ് ഇനി കുഞ്ഞൊക്കെ ആയിട്ടല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. എന്തായാലും ഇവിടുത്തെ അനന്തരാവകാശിയാണ് നവ്യമോളുടെ കുഞ്ഞ്. ഈ അനന്തപുരിയിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു കൊച്ചുമോളോ ആയിരിക്കുമല്ലോ അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ ഒരുപാട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഞങ്ങൾ. ഇനിയിപ്പം ഞങ്ങൾ മുതുമുത്തശ്ശിയൊക്കെ ആവുകയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പം കനകയും പറയുന്നുണ്ട്, ശരിയാ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകാൻ പോവല്ലേ. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. അതിൽ നവ്യമോള് ഇപ്പം ഈ വിശേഷമായി നവ്യമോൾക്ക് കുഞ്ഞാവുമ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ നവ്യമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവല്ലേ. അപ്പം മൂർത്തി സാറിനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞങ്ങളുടെ നയനമോളെ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് നന്ദാവനത്തിൽ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്നോട് ചോദിക്കുന്നത് എന്തിനാ? ആദർശമോന് സമ്മതമാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം അവളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, അതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് എൻ്റെ മോള് നിൽക്കുന്നത്. അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോടിപ്പോൾ അത്ര സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടി ശ്വാസം മുട്ടി ഇവിടെ നിൽക്കാതെ കുറച്ച് ദിവസം അവൾ അവിടെ വന്ന് നവ്യയുടെ കൂടെയൊക്കെ നിന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, അതെ, അത് നല്ല കാര്യമാണ്. കുറച്ച് ദിവസം നയന മോൾ അവിടെ പോയി നിന്നു, എല്ലാവർക്കും സന്തോഷമാവും. പിന്നെ നവ്യയും അവിടെ ഉണ്ടല്ലോ, അവൾക്കൊരു കൂട്ടുപോകും ഈ സമയത്തെന്ന് പറയാണ്. അപ്പോൾ അങ്ങ് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനി പറയാണ്, ആദർശേ നീ സമ്മതിക്കുമോ ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്? അവൾ എന്തിനാ ഇപ്പോൾ അവളുടെ വീട്ടിൽ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ ഉള്ളത്? അപ്പോൾ ആദർശ് പറയാണ്, അതെന്താമേ, അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയിക്കോട്ടെ, ഒരുപാട് ദിവസം അല്ലല്ലോ, 1-2 ദിവസമെങ്കിലും അവൾ അവിടെ പോയി നിൽക്കട്ടെ. അത് തന്നെയല്ല, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് അമ്മയില്ലേ? ഇപ്പോൾ അടുക്കളയിൽ പോലും നയനയെ കയറ്റാറില്ലല്ലോ, അമ്മയല്ലേ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്.
പിന്നെ അവൾ കുറച്ച് ദിവസം പോയി നിൽക്കട്ടെ, അവൾക്കത് സന്തോഷമാണെങ്കിൽ. അപ്പോൾ ദേവയാനി പറയാണ്, അവൾക്ക് സന്തോഷമായിരിക്കും, അവൾക്കതല്ലേ ഇഷ്ടം, അവളുടെ വീട്ടിൽ നിൽക്കണം എന്നാണല്ലോ ആഗ്രഹം. പക്ഷേ അങ്ങനെ വിടാനൊന്നും പോകരുത് ആദർശേ, അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത്. അപ്പോഴേക്കും പറയാണ് ആദർശ്, അങ്ങനൊരു കാര്യത്തിൽ എനിക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. നയനയുടെ അച്ഛനും അമ്മയല്ലേ ചോദിച്ചത്, അവർ കുറച്ച് ദിവസം അവരുടെ മോളെ അവിടെ കൊണ്ടുപോയി നിർത്തണമെന്ന് പറഞ്ഞാൽ നമുക്കത് തടസ്സം നിൽക്കാൻ പറ്റുമോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തൊട്ട് ദേവയാനിക്കും നയനിക്കും ആകെ ടെൻഷനാവുക. ദേവയാനി ചെന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനുമോളെ നീ അങ്ങോട്ട് പോവാണോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അവരുടെ മുമ്പിൽ തുറന്നത് സമ്മതിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഉടനെ നയനയും പറയാണ്, അതേമ്മേ എന്ത് ചെയ്യാം, ഇപ്പം അമ്മയും അച്ഛനും വിളിച്ചപ്പം എനിക്കും പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ വരുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ അവരോർക്കും എന്താ അങ്ങനെയെന്ന്. ഇപ്പം ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും ഒക്കെ പറഞ്ഞു അങ്ങോട്ട് പോക്കോ, കുറച്ച് ദിവസം നവ്യേച്ചിക്ക് കൂട്ടായിട്ട് അവിടെ പോയി നിന്നോളാൻ. അപ്പോൾ പിന്നെ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ അമ്മയെ പറയുന്നത്? എന്തായാലും കുറച്ച് ദിവസം പോയിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് ആകെ വിഷമാവുകയാണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നവ്യയെ കൊണ്ട് വിടുന്ന ചടങ്ങാണ്. നവ്യയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദനും കനകയും നന്ദുവും കൂടി പോകുന്നുണ്ട്. ആ പുറകെ അഭിയും, അങ്ങനെ എല്ലാവരും പുറകെ അങ്ങ് പോവാണ്. ആ സമയത്ത് നമ്മുടെ നയനയെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ കനക. നയനെ വാ, നീ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക്, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം നയന മനസ്സോടെ പോകാൻ തയ്യാറാവുകയാണ്. ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പോയിട്ട് വരാം, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവിടെ ചെന്നാൽ ഉടനെ തന്നെ ഞാൻ വരാം, അടുത്ത ദിവസം തന്നെ ഞാൻ വരാം, അമ്മ വിഷമിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കി യാത്രയൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിൽ നയനയും അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. അങ്ങനെ നയനയും നവിയും നന്ദാവനത്തിലാണ് കേട്ടോ. നമ്മുടെ കനകയാണെങ്കിൽ ആ തീരുമാനം എടുത്തിരിക്കുക. ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്താണെന്നറിയാവോ, അവളും അവളുടെ അമ്മായിയമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അമ്മായിയമ്മയ്ക്ക് അവളെ കാണാതിരിക്കുമ്പം കുറച്ച് മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാവും, അവൾക്കും ഉണ്ടാവും. അങ്ങനെയാവുമ്പം അവരവരുടെ ഇഷ്ടം സമ്മതിക്കും, നമ്മുടെ മുമ്പിൽ അവരത് തുറന്നു പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ കനക. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഊണുമില്ല ഉറക്കവുമില്ല. ആദർശിനോട് ചെന്ന് പറയുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നയനിയെ വിളിച്ചിട്ട് വാന്ന്. ആദർശാണെ പറയുന്നുണ്ട്, കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അമ്മ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, അത് മോശമല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും നീ പറഞ്ഞാൽ പറ്റില്ല ആദർശേ, നീ വിളിച്ചോണ്ട് വരണം. ഇതെന്താ അമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നത്? നേരത്തെ കുറച്ച് നാൾ അമ്മ ആശുപത്രി കിടന്നപ്പോഴും അവൾ വീട്ടിൽ പോയി നിന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടാന്നും അവളുടെ മുഖം കാണുന്നത് പോലും അമ്മയ്ക്ക് ദേഷ്യമാണെന്നും അല്ലേ? അപ്പോൾ ദേവയാനി പറയണം, പിന്നെ ഞാൻ തന്നെയല്ലേ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നത്, നിനക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം നിനക്ക് അവളില്ലാതെ പറ്റില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, അവളില്ലാതെ എനിക്ക് പറ്റില്ല, പക്ഷേ ഇപ്പം കുറച്ച് ദിവസം നിൽക്കട്ടെ നീ എന്ന് പറയാം. എന്നിട്ടും ദേവയാനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ വയ്യ. ദേവയാനിയാണെങ്കിൽ കനകയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. കനകയെ ഫോൺ വിളിക്കുമ്പം കനക ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ കനകയോട് പറയുന്നുണ്ട്, നയന എവിടെ എന്ന് ചോദിക്കുക. നയന മോളത്തെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. അങ്ങനെ നയനയെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് ദേവയാനി. അതിനുശേഷം കനകയോട് പറയുന്നുണ്ട്, അതെ അവളെ ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവിട്, അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് പറയുക. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെന്തിന്, അവൾക്ക് ഇവിടെ കുറച്ച് ദിവസം നിന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് സ്നേഹമില്ല, അവളില്ലാതിരിക്കുന്നതാണ് അമ്മായിയമ്മയ്ക്ക് സന്തോഷം എന്ന് പറയുന്നു. പിന്നെ എന്തിനാ ഇവള് വലിഞ്ഞു കയറി അവിടെ വന്ന് നിൽക്കുന്നത്? അവൾ കുറച്ച് ദിവസം ഇവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ. അപ്പോഴേക്കും കനകയോട് പറയാണ് കേട്ടോ ദേവയാനി, അത് നിങ്ങൾക്കെന്താ അത് പറയാൻ അധികാരം? അവളുടെ ഭർത്താവിന് അവളെ വേണം, പിന്നെ നിങ്ങളെന്തിനാ അവളെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ആദർശ് പറഞ്ഞല്ലോ അവളില്ലാതെ ആദർശിന് പറ്റില്ല, അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ അവളെ പിടിച്ചു വച്ചിരിക്കുന്നത്? അപ്പോൾ കനക പറയാണ്, ആദർശ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ആദർശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളും, കുറച്ച് ദിവസം നയന ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നങ്ങ് തീർത്ത് പറയാണ്. എന്നിട്ട് കനക മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, ഇവരുടെ കളികളും കള്ളക്കളികളും എല്ലാം ഞാനങ്ങ് പൊളിച്ചു തരാം എന്ന്. അപ്പം ഇത് കേൾക്കുമ്പോൾ നയനിക്കും അങ്ങ് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതേസമയം ദേവയാനിക്കാണെങ്കിൽ ആകപ്പാടെ വെപ്രാളമാണ്, നയനെ കാണാതെ ഓരോ നിമിഷവും വിഷമിക്കുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി തീരുമാനിക്കുകയാണ്, എന്തായാലും ഞാൻ നന്ദാവനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക, നന്ദാവനത്തിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരണം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ദേവയാനി ജയനോട് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ജയേട്ടാ
നയന പോയിട്ട് ഇന്ന് 2 ദിവസമായി, അവളെ ഇങ്ങോട്ട് തിരിച്ചു വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കനക പറയുന്നത് അവൾ അവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്നാ. അപ്പം ജയൻ പറയാണ്, അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അതിന് താൻ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താ എന്ന് ചോദിക്കാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, ആദർശന് അവളില്ലാതെ പറ്റില്ല, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരട്ടെ അവൾ എന്ന് ചോദിക്കുമ്പം ജയൻ പറയാണ്, ആദർശനും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമല്ലോ, അവൾ കുറച്ച് ദിവസം പോയി നിൽക്കട്ടെ നീ എന്നിങ്ങനെ പറയുമ്പം ദേവയാനി പറയാണ്, അതൊന്നും പറ്റില്ല, അവളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാം. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് അവളെ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നല്ലോ, പിന്നെ ഇപ്പം അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ഇത്ര വെപ്രാളം, ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനാണോ എന്ന് ചോദിക്കണം. അതിന് മറുപടിയായിട്ട് ഒന്നും പറയുന്നില്ല ദേവയാനി ജയനോട് പറയാം, നാളെ തന്നെ ഞാൻ നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട് അവളെ വിളിക്കാൻ തന്നെയല്ല, അവളുടെ ചേച്ചി അവിടെ ഉണ്ടല്ലോ നവ്യ, അവളെ ഒന്ന് കാണാനും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനുമാണ് ഞാൻ നന്ദാവനത്തിലേക്ക് നാളെ പോകുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇതൊക്കെ അങ്ങ് അത്ഭുതമായി പോയല്ലോ, നന്ദാവനത്തിലേക്ക് താൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ദേവയാനി നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. നയനയെ കാണാതിരിക്കാൻ വയ്യാഞ്ഞിട്ട് കുറച്ച് പലഹാരമൊക്കെ നവ്യയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആകെപ്പാടെ മടിച്ചാണ് ദേവയാനി അങ്ങ് ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ കനകയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. കനക ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, അയ്യോ ആദർശമോൻ്റെ അമ്മയോ, ഇതെന്താ ഇങ്ങോട്ട് വന്നത്, നയന ഇവിടെ ആയതുകൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയാണ്, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ നവ്യയെ കാണാൻ വേണ്ടി വന്നതാ, നവ്യയ്ക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്നതാ എന്ന് പറയാണ്. ആ വാ ആദർശമോൻ്റെ അമ്മ അകത്തേക്ക് വാ എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് വന്ന് നയനയും കാണുകയാണ് കേട്ടോ ദേവയാനി. നയനയെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാവുക. നയനയോട് പറയാം, എനിക്ക് നിന്നെ കാണാതെ ഇരിക്കാൻ വയ്യായിരുന്നു, ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ വന്നത്, എന്തായാലും ഇനി നീ ഇവിടുന്ന് പോകുമ്പോഴേ ഞാനും പോകുന്നുള്ളൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാം. അപ്പം നയന പറയാം, എന്താ അമ്മ ഈ പറയുന്നത്, അമ്മ ഇവിടെ തന്നെ നിൽക്കാനോ, അതപ്പോൾ അച്ഛനൊക്കെ സമ്മതിക്കുമോ, അമ്മ എന്താ ഇവിടെ, ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നീ ഇവിടുന്ന് വരുന്നത് വരെ ഞാനും ഇവിടെ നിൽക്കാൻ പോവാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും അവിടെ അങ്ങ് കൂടുകയാണ്. അപ്പോൾ കനകയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ് കേട്ടോ, ദേവയാനിക്ക് നയനിയെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ കനക തന്നെ ചോദിക്കുകയാണ്, എന്താ ആദർശമോൻ്റെ അമ്മ വന്നിട്ട് പോകുന്നൊന്നും ഇല്ലേ, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നുള്ള വിവരം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട, സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, അതേ അമ്മേ, സത്യമാണ്, ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരമൊക്കെ അമ്മ അറിഞ്ഞു, അതിൽ പിന്നെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയും പറയാണ്, അതെ, ഇവളാണ് എനിക്ക് കരൾ തന്നതെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു, ഇവളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ആരുടെ മുമ്പിൽ ഞാൻ അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ, കാരണം അവരൊക്കെ എന്നെ ഒരുപാട് കുതിര കളിപ്പിച്ചതല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് കേട്ടോ, ഇനിയിപ്പം നയനമോളെ കൊണ്ടുപോകും ആദർശമോൻ്റെ അമ്മ, അവിടെ തന്നെ രണ്ടുപേരും കൂടെ നിന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ ദേവയാനി ആനന്ദപുരിയിലേക്ക്. അങ്ങനെ അനന്തപുരിയിലൊക്കെ ചെന്ന് കഴിയുമ്പം ആദർശം ഓർക്കുന്നുണ്ട്, ഇപ്പോൾ നയനയോട് അമ്മയ്ക്ക് ഇത്ര സ്നേഹമാണോ, നയന നന്ദാവനത്തിലേക്ക് പോയപ്പം അമ്മയും അവിടെ പോയി നിന്നു, അവളെയും കൂട്ടിക്കൊണ്ട് വന്നു, എനിക്ക് നയനയെ കാണാൻ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ് അമ്മ പറയുന്നത്, പക്ഷേ അമ്മയ്ക്കാണ് അവളെ കാണാതിരിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ ആദർശ് വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശ് ഇവരെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദർശ് പറയുന്നുണ്ട്, ഇവരങ്ങ് വിട്ടു തുറന്നൊന്നും പറയുന്നുമില്ലല്ലോ, ഇനി അമ്മ നയനയെ മനസ്സിലാക്കിയെങ്കിൽ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ, എന്നിട്ട് നയന പോലും എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആദർശ് വിചാരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നയന ഒരു പുതിയ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റൂമിൽ. ആ സമയത്ത് ദേവയാനി ആണെങ്കിൽ ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട് നയനയുടെ അടുത്തേക്ക് വരികയാണ്. മോളെ നയനെ, നീ എന്തെടുക്കുകയെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ ഒരു ഡിസൈൻ വരയ്ക്കുകയായിരുന്നു, പുതിയ കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനായിട്ടുള്ള ഡിസൈനുകളാണ് എന്നിങ്ങനെ പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ കാപ്പി കുടിക്ക്, നിനക്ക് നല്ല ക്ഷീണമില്ലേ, ഇത് കുടിച്ചിട്ട് ബാക്കി വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ദേവയാനി നയനയുടെ അടുത്ത് നിൽക്കുകയാണ്. നയനയുടെ അടുത്ത് നിന്നിട്ട് നയന വരച്ച ഡിസൈനുകളൊക്കെ വാങ്ങി നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, എന്ത് രസമാണ് നീ ഡിസൈനുകളൊക്കെ വരയ്ക്കുന്നത് കാണാൻ, ഇതൊക്കെ എങ്ങനെയാണ് മോളെ ചെയ്യുന്നത്, എന്ത് ഭംഗിയാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്താണ് ആദർശ് റൂമിലേക്ക് കയറി വരാൻ പോകുന്നത്.
ആദർശ് വാതിക്കൽ എത്തുമ്പോൾ തന്നെ കാണുന്നത് അമ്മയും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ നീ വരയ്ക്കുന്ന ഓരോ ഡിസൈനും വളരെ നല്ലതാണെന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ആ ഇത് ആദർശേട്ടന് ഇഷ്ടപ്പെടുമായിരിക്കും, എന്തായാലും ഒരു നല്ല ഡിസൈൻ ആയിരിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അത് നല്ലതായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും കാപ്പി കൊടുക്കുന്നതും ഒക്കെ ആദർശ് വാതുക്കെ നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും നാളും ഇവർ രണ്ടുപേരും കൂടെ എന്നെ പൊട്ടും കളിപ്പിക്കുകയായിരുന്നല്ലേ, ഇനി ഞാനും ചില പണിയൊക്കെ കൊടുത്തു നോക്കാം. എന്തായാലും അമ്മായിയമ്മയും മരുമോളും നല്ല സ്നേഹത്തിലായി, അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നയന പോലും എന്നോട് പറഞ്ഞില്ല. അതിന് ചെറിയൊരു പണി രണ്ടു പേർക്കും കൊടുത്തിട്ടേ ഇനി ആദർശ് ഇരിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകൾ വരാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്